കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്നത് പോലെ ബി.ജെ.പിക്ക് അവരുടെ നേതാക്കന്മാർ എത്ര തോന്നിവാസം പറഞ്ഞാലും ചിറകിനടിയിൽ ഒളിപ്പിക്കുന്ന ഒരുതരം സ്വഭാവം കൂടുതലാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ രാജ്യം നടുങ്ങിയപ്പോൾ തിരിച്ചടിക്ക് നട്ടല്ലായി നിന്ന രണ്ടു സ്ത്രീകളിൽ ഒരാളായ സോഫിയ ഖുറേഷിയെ ഭീകരവാദികളുടെ സഹോദരി എന്ന് വിളിച്ച മധ്യപ്രദേശ് മന്ത്രി കൻവർ വിജയ് ഷായ്ക്ക് പാർട്ടിയുടെ തലോടൽ കിട്ടുമ്പോൾ ഇവിടെ അവർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. പുറമേ നാലാളെ കാണിക്കാൻ ഞങ്ങൾ മുസ്ലിമുകളെ മുൻപിൽ നിർത്തുമെങ്കിലും പക്ഷേ വിജയ് ഷാ പറഞ്ഞതാണ് ഞങ്ങളുടെ യഥാർത്ഥ മുഖമെന്ന്. വിഷയം കോടതിയിൽ ഉള്ളതിനാൽ തന്നെ ഇപ്പോൾ രാജി ആവശ്യപ്പെടേണ്ടതില്ല എന്നും മന്ത്രിയുടെ ഒപ്പം നിൽക്കുമെന്നുമാണ് ബി.ജെ.പിയുടെ തീരുമാനം. ഇത് ശരിക്കും അയാൾ പറഞ്ഞത് ശരിവെക്കുന്ന നിലപാട് പാർട്ടി എടുക്കുന്നു എന്നത് തന്നെയാണ് അർത്ഥം വെക്കുന്നത്. സംസ്ഥാനത്തെ ബി.ജെ.പി നേതാക്കൾ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ശേഷമാണ് മന്ത്രിയുടെ ഒപ്പം നിൽക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. കോടതിയുടെ തീരുമാനം എന്താണോ അതിനൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വം വിജയ് ഷായ്ക്കൊപ്പം നിൽക്കുന്നത്. ഇക്കാര്യത്തിൽ കോടതി തീരുമാനം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കോടതി തീരുമാനത്തിനൊപ്പമാണ്. അവർ പറയുന്നത് പോലെ ചെയ്യും. വിജയ് ഷായുടെ രാജിക്കായി മുറവിളി കൂട്ടുന്ന കോൺഗ്രസ് ആദ്യം ചോദിക്കേണ്ടത് സിദ്ധരാമയ്യയുടെ രാജിയാണെന്നും പറയുന്നുണ്ട്. മാത്രമല്ല മിക്ക കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും കേസുകളുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെ അടക്കം കോൺഗ്രസ് പിന്തുണച്ചതല്ലേ, അതുകൊണ്ട് ഈ വിഷയത്തിൽ സംസാരിക്കുവാൻ കോൺഗ്രസിന് അവകാശമില്ല. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് പറഞ്ഞത് ഇപ്രകാരമാണ്. കോടതി മന്ത്രിയുടെ രാജി ആവശ്യപ്പെടാത്തത് കൊണ്ട് തന്നെ തങ്ങളും മന്ത്രിയുടെ രാജി ചോദിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ്. നിലവിൽ കേസെടുക്കാനും പരസ്യമായി മാപ്പ് പറയാനുമാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ വിഷയം അങ്ങനെ തന്നെ തീരുമെന്ന പ്രതീക്ഷയിലാണെന്നും ബി.ജെ.പി പറയുന്നുണ്ട്. കേണൽ സോഫിയ ഖുറേഷിയെ ഭീകരരുടെ സഹോദരി എന്നായിരുന്നു മധ്യപ്രദേശ് മന്ത്രിയായ വിജയ് ഷാ വിളിച്ചത്. ഏപ്രിൽ 22-ന് കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യുന്നതിനായി അതേ സമുദായത്തിൽ നിന്നുമുള്ള ഒരു സഹോദരിയെ പാകിസ്ഥാനിലേക്ക് അയച്ചു എന്നായിരുന്നു വിജയ് ഷാ വിവാദമായി പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അവരുടെ സഹോദരിയെ പാകിസ്ഥാനിലേക്ക് അയച്ചതെന്നും നമ്മുടെ പെൺമക്കളെ വിധവകളാക്കിയവരെ ഒരു പാഠം പഠിപ്പിക്കാനാണ് പ്രധാനമന്ത്രി അങ്ങനെ ചെയ്തതെന്നും അവർ ഹിന്ദുക്കളെ കൊന്നു, ഞങ്ങളുടെ പെൺമക്കളെ വിധവകളാക്കി അവരുടെ സിന്ദൂരം തുടച്ചു മാറ്റി മോദിജി ഒരു സമൂഹത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണെന്നും വിജയ് ഷാ പറഞ്ഞു വെച്ചു. വ്യാപകമായ പ്രതിഷേധമാണ് ഈ പരാമർശത്തിനെതിരെ ഉയർന്നു വന്നത്. മധ്യപ്രദേശ് ഹൈക്കോടതി മന്ത്രിക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടിരുന്നു. തുടർന്ന് മധ്യപ്രദേശ് പോലീസ് കേസെടുത്തിരുന്നു. പ്രഥമ ദൃഷ്ട്യാ വിജയ് ഷാ നടത്തിയ പരാമർശം കുറ്റകരമായിരുന്നു എന്നാണ് കോടതിയുടെ നിരീക്ഷണം. കേസെടുത്തില്ലെങ്കിൽ കോടതി അലക്ഷ്യ നടപടി എടുക്കുമെന്ന് വരെ ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുമാത്രമല്ല വിവാദ പരാമർശം നടത്തിയ ഈ മധ്യപ്രദേശ് മന്ത്രിയെ ചീഫ് ജസ്റ്റിസും നോട്ടമിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസ് ചുമതലയേറ്റ ബി.ആർ. ഗവായി മധ്യപ്രദേശ് മന്ത്രിയുടെ പരാമർശം കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. ഈ തരത്തിലുള്ള പ്രസ്താവനകളാണ് നിങ്ങൾ നടത്തുന്നത് എന്ന് ചോദിച്ചു. ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായി മന്ത്രി ഷായുടെ അഭിഭാഷകനോടാണ് ഇങ്ങനെ ചോദിച്ചത്. ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായ്, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ്, മസിഹിങ് എന്നിവരടങ്ങുന്ന ബെഞ്ചിന് മുൻപാകെ അടിയന്തരമായി ലിസ്റ്റ് ചെയ്യേണ്ട വിഷയമായി ഈ കേസിനെ മാറ്റിയിട്ടുമുണ്ട്. ആ സാഹചര്യത്തിലും തലോടലുമായി ബി.ജെ.പി വരുമ്പോൾ സുപ്രീം കോടതിക്ക് പോലും വില അവർ നൽകുന്നില്ല എന്ന സന്ദേശം വീണ്ടും തരികയാണ്.